ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിരുന്നോ? തീർച്ചയായും ഓണം അടുത്തിരിക്കുകയാണ്. കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ കാര്യക്ഷമമായി പൊതുവിപണിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. അതായത് മലയാളിയുടെ ദേശീയോത്സവമാണ് ഓണം. ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴഞ്ചൊല്ല്. പക്ഷേ കാണം വിറ്റും പോലും ഓണം ഉണ്ണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മലയാളി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സാധാരണക്കാരായ പലർക്കും തൊഴിൽ ഇല്ലാത്ത സാഹചര്യം, പ്രതികൂലമായ കാലാവസ്ഥ, മഴ തകർത്തു പെയ്യുകയാണ്. കൂലിപ്പണിക്ക് പോയി കുടുംബം പോറ്റുന്ന ആളുകൾക്ക് അവരുടെ വീട്ടിൽ അടുപ്പ് പുകയാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നതൊന്നും മറച്ചു വെക്കുന്നില്ല. പക്ഷെ അവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് കർഷകരുടെ നടുകുടിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് സർക്കാർ. നെൽകർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെ, അല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കാതെ, അവർക്ക് കൃത്യമായ വില നൽകാതെ ഒരു ഭാഗത്ത് കർഷകരുടെ നടുകുടിക്കുന്ന സർക്കാർ, മറുഭാഗത്ത് സാധാരണക്കാരൻ്റെ അന്നം മുട്ടിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അയൽ സംസ്ഥാനങ്ങളായ ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, ബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികളും അരികളും ഇത്തരം പല വ്യഞ്ജനങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഓണ സീസൺ ആയതോടുകൂടി ഇതര സംസ്ഥാനത്ത് വ്യാപകമായ കരിഞ്ചന്തകളുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വില അവിടെ തോന്നിയതുപോലെയാണ് ഇവിടേക്ക് എത്തുന്നത്. ഇടനിലക്കാർ വഴി വലിയ വിലയ്ക്ക് കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന രൂപത്തിൽ വിലക്കയറ്റം നിത്യേന കുതിച്ചു വരുമ്പോൾ സർക്കാർ എന്തു ചെയ്തു എന്നൊരു ചോദ്യം പ്രസക്തമാവുകയാണ്. കോടികൾ മുടക്കി PR വർക്കിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ഇമേജ് സംരക്ഷിക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സർക്കാർ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൂടെയും ഹോൾഡിങ്ങുകൾ റോഡരികിൽ സ്ഥാപിച്ചും ഫ്ലാഷ് മോബുകൾ നടത്തിയും നിരവധിയായ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ആളുകളെ നിയമിച്ചും സർക്കാർ സംവിധാനത്തിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങളും പൊള്ളയായ പരസ്യങ്ങളും നൽകി ആളുകളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന സംസ്ഥാന സർക്കാർ കൃത്യമായി പൊതുവിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. വെളിച്ചെണ്ണയുടെ വില 500 രൂപയിൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള കൃഷി നാളികേര കൃഷിയാണ്, അതായത് തെങ്ങ് കൃഷിയാണ്. എത്രത്തോളം തെങ്ങ് അല്ലെങ്കിൽ നാളികേരം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് പോലും അനുസൃതമായ വില നാളികേര കർഷകന് ലഭിക്കുന്നില്ല. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് തീ പിടിക്കുന്നവരെയാണ്. ഈ അവസരം മുതലെടുത്ത് മറ്റ് വ്യാജ വെളിച്ചെണ്ണകളും വ്യാജ എണ്ണകളും, സൺഫ്ലവർ ഓയിൽ എന്ന പേരിലും പാമോലിൻ എന്ന പേരിലൊക്കെ വ്യാജ എണ്ണകൾ കേരളത്തിൻ്റെ കമ്പോളങ്ങളിൽ നിത്യേന ഒഴുകി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് തടയാനുള്ള നടപടി പോലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. അതുമാത്രമല്ല, വെളിച്ചെണ്ണയുടെ വില നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ വില ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സർക്കാരിന് സഹായകരമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാർ അധീനതയിലുള്ള കേര ഫണ്ടിനെ ഉപയോഗപ്പെടുത്തി സാധാരണക്കാരായ ആളുകൾക്ക് റേഷൻ നൽകുന്നത് പോലെ എങ്കിലും ഒരു വെളിച്ചെണ്ണ ഒരു മാസം ഇത്ര ലിറ്റർ വെളിച്ചെണ്ണ എന്ന കണക്കിൽ സംസ്ഥാന സർക്കാർ നൽകാൻ കഴിയുമായിരുന്നു. അത് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. കൂടാതെ മാവേലി സ്റ്റോർ വഴി ഈ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു. ഓണത്തിൻ്റെ തൊട്ടു മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയാൻ മാത്രമല്ല, വിലക്കയറ്റം പൂർണ്ണമായും പിടിച്ചു നിർത്തുന്നത് വരെ ഇത്തരത്തിൽ സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ത്രിവേണി മാർട്ടുകളും ഉപയോഗപ്പെടുത്തി നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്താൽ ഒരു പരിധിവരെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമാകും. എന്നാൽ അതിനൊന്നും സർക്കാരിന് സമയമില്ല, അതൊന്നും സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി വലിയ തുക സർക്കാർ പൊടിക്കാൻ പോകുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള പരസ്യങ്ങൾ, PRDയുടെ പരസ്യങ്ങൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ 11ഓളം സാറ്റലൈറ്റ് ചാനലുകളാണ് കേരളത്തിലുള്ളത്. ആ 11 സാറ്റലൈറ്റ് ചാനലുകളിലും ലക്ഷങ്ങളുടെ പരസ്യമാണ് ഒരു ദിവസം സംപ്രേഷണം ചെയ്യുന്നത്. ഇത്തരത്തിൽ ദൂർത്തിന് ഒരു കുറവുമില്ല. ഒരു ഭാഗത്ത് സർക്കാരിന്റെ ദൂർത്ത് എല്ലാ സീമകളും ലംഘിച്ച് കടന്നു പോകുന്നു, മറുഭാഗത്ത് പാവപ്പെട്ടവന് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന പണത്തിന്റെ ഒരു ഫ്ലോ കുറഞ്ഞിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഗൾഫ് മേഖലയിലടക്കം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഗൾഫിനെ അലട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിൽ സാധാരണക്കാരായ നിത്യക്കൂലിക്ക് ജോലിയെടുക്കുന്ന ആളുകൾക്ക് ജോലിയില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത്തരം ആളുകളെ കൈപിടിച്ചുയർത്താൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമായി മാറിയിരിക്കുന്നു. പൂർണ്ണമായും പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയാതെ സർക്കാർ സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. ഓണം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓണം അതിൻ്റെ പടിവാതിക്കൽ
വാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെ ഓണത്തിന് ഭക്ഷണം കഴിക്കണമെന്നറിയാതെ ഉഴലുന്ന ഒരു സ്ഥിതിവിശേഷം പല സ്ഥലങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഈ ആദിവാസി ഊരുകളിലടക്കം പ്രതികൂലമായ കാലാവസ്ഥ പല ആളുകൾക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് സർക്കാർ എന്തു ചെയ്തു എന്നൊരു ചോദ്യം പ്രസക്തമാവുകയാണ്. പൊതുവിപണിയിൽ കൃത്യമായ ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയേ മതിയാകൂ. അത് ഓണം വിപണിയെ മാത്രം ലക്ഷ്യമിട്ടാവരുത്. വരും ദിവസങ്ങളിലും വിലക്കയറ്റം കുതിച്ചുയരാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ പൊതുവിപണിയിൽ കൃത്യമായി ഇടപെടുകയും മാവേലി സ്റ്റോർ വഴിയും അതോടൊപ്പം ത്രിവേണി സ്റ്റോറുകൾ വഴി കൂടുതൽ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് സബ്സിഡിയോടുകൂടി സംസ്ഥാന സർക്കാർ നൽകാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ അരിവിഹിതം കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തണം. അതിന് അതായത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് എംപിമാരുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. പ്രതിപക്ഷ എംപിമാരും ഇക്കാര്യത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട റേഷൻ വിഹിതം അടക്കം ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത്തരത്തിൽ ഒരു പരിധിവരെയെങ്കിലും പൊതുവിപണിയിൽ ഇടപെടുകയും കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കാതെ, അവനെ പട്ടിണിക്ക് ഇടാതെ, അല്ലെങ്കിൽ സാധാരണക്കാരന് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാരന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്താതെ ഇരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറാവും. അതോടൊപ്പം തന്നെയാണ് സാമ്പത്തികമായി കേരളത്തിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അവിടെയാണ് ധൂർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ PR ഏജൻസികളെ ഉപയോഗിച്ച്, വൻകിട PR ഏജൻസികളെ ഉപയോഗിച്ച് ലക്ഷങ്ങളാണ് സർക്കാരിന്റെ ഇമേജ് ബിൽഡപ്പിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തണം. അതോടൊപ്പം തന്നെ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ധൂർത്ത് കുറച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ പൊതുവിപണിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായേ മതിയാകും.